ഇന്ന് ജനുവരി 9 ഇന്ന് രാത്രിയും നാളെയുമായിട്ടുള്ളതടക്കം ഈ ആഴ്ചത്തെ OTT റിലീസുകളും ബറോസ്, വിടുതലൈ 2, പണി, കാതലൻ പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റുകളും എല്ലാമാണ് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഹോളിവുഡ് ആക്ഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസ് ആണ് റീച്ചർ. മികച്ച അഭിപ്രായം നേടിയ ഈ സീരീസിന്റെ മൂന്നാമത്തെ സീസൺ ഫെബ്രുവരി 20 ആമസോൺ പ്രൈമിലൂടെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സുകുമാർ സംവിധാനം ചെയ്ത് അല്ലു അർജുൻ നായകനാകുന്ന കേരളത്തിൽ മിക്സഡും കേരളത്തിന് പുറത്ത് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ കൊമേഴ്സ്യൽ മാസ് ആക്ഷൻ ചിത്രമാണ് പുഷ്പ 2. 1720 കോടി കളക്ഷൻ കടന്ന 400-600 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ സിനിമയുടെ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന പതിപ്പിനേക്കാൾ കൂടുതൽ 20 മിനിറ്റ് ദൈർഘ്യമുള്ള 3 മണിക്കൂർ 40 മിനിറ്റോളം ദൈർഘ്യം വരുന്ന പതിപ്പാണ് ഇനി OTTയിൽ എത്താൻ പോകുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 30 മലയാളത്തിലും പേനിന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. വെട്രിമാരൻ സംവിധാനം ചെയ്ത മിക്സഡ് ടു പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ നേരത്തെ തമിഴ് ഭാഷയിൽ അൺഒഫീഷ്യൽ HD പതിപ്പ് റിലീസ് ചെയ്ത വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യരൊക്കെ അഭിനയിക്കുന്ന പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ പീരിയോഡിക് തമിഴ് ചിത്രമാണ് വിടുതലൈ 2. സിനിമ അടുത്ത ആഴ്ച ജനുവരി 17 ZEE5 OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കി എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടില്ല. ഒഫീഷ്യൽ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിലായിട്ടായേക്കും വന്നേക്കുക. സിനിമ തമിഴ് ഭാഷയ്ക്ക് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലും കൂടെ OTT റിലീസ് ചെയ്തേക്കാവുന്നതാണ്. ഗിരീഷ് ഏഡിയുടെ സംവിധാനത്തിൽ നെസ്ലൻ കപൂർ നായകനാകുന്ന മിക്സഡ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ മോശമല്ലാത്ത കളക്ഷൻ നേടിയെങ്കിലും തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ മലയാളം ടെക്നോ സൈബർ ത്രില്ലർ ചിത്രമാണ് അയാം കാതലൻ. സിനിമ അടുത്ത വെള്ളിയാഴ്ച ജനുവരി 17 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ജോജു ജോർജ് കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായ 15-18 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന 37 കോടിയോളം കളക്ഷൻ നേടി തിയേറ്ററിൽ വിജയിച്ച മികച്ച അഭിപ്രായം നേടിയ മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പണി. ഈ സിനിമയും അടുത്ത ആഴ്ച ജനുവരി 16 സോണി ലിപിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. മോഹൻലാൽ സംവിധാനം ചെയ്ത നായകനായ മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ മലയാളം ആക്ഷൻ ഫാന്റസി 3D ചിത്രമാണ് ബറോസ്. മാസങ്ങൾക്ക് മുന്നേ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശം സ്വന്തമാക്കിയ ഈ സിനിമ ജനുവരി അവസാനത്തോടു കൂടി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെ പേനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് പലരും കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൂക്ഷ്മദർശിനി, ഹലോ മമ്മി, ആനന്ദ് ശ്രീബാല, രുതിരം, ബിഗ് ബെൻ സിനിമകളുടെ OTT അപ്ഡേറ്റുകൾ. ഇതിൽ നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത മികച്ച അഭിപ്രായം നേടിയ ബേസിൽ ജോസഫ്, നസ്രിയ നാസിം ചേർന്ന് അഭിനയിക്കുന്ന 54 കോടി കളക്ഷൻ കടന്ന കോമഡി ക്രൈം ഫാമിലി ത്രില്ലർ ചിത്രമാണ് സൂക്ഷ്മദർശിനി. സിനിമ നാളെ രാത്രി 12 മണിയോടെ ജനുവരി 11 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി ചേർന്ന് അഭിനയിക്കുന്ന നല്ല അഭിപ്രായം നേടിയ തിയേറ്ററിൽ ആവറേജ് ഹിറ്റായ 12 കോടിയോളം എല്ലാം കളക്ഷൻ നേടിയ ഫാന്റസി ഹൊറർ കോമഡി ത്രില്ലർ മലയാളം ചിത്രമാണ് ഹലോ മമ്മി. സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈമും മനോരമ മാക്സും സ്വന്തമാക്കിയെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. സിനിമ ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ OTT റിലീസ് ചെയ്തേക്കാമെന്ന താൽക്കാലിക റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് ആനന്ദ് ശ്രീബാല, ബിഗ് ബെൻ, പുഷ്പക വിമാനം, രുതിരം സിനിമകളുടെ OTT അവകാശം റൂമേഴ്സ് പ്രകാരം ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സിനിമകളുടെയും OTT റിലീസ് എന്നാണെന്ന കാര്യത്തിൽ ഇതുവരെ ആയിട്ട് വ്യക്തതയില്ല. ഈ സിനിമകൾ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം സർപ്രൈസ് ആയിട്ടോ അല്ലാതെയോ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സസ്പെൻസ് ത്രില്ലർ ഡ്രാമ തമിഴ് സിനിമയാണ് സീൻ നമ്പർ 62. സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വേറെ മാറി ട്രിപ്പ് എന്ന തമിഴ് കോമഡി സീരീസ് ഇന്ന് രാത്രി 7 മണിയോടെ ആഹാ തമിഴ് OTTയിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത സിദ്ധാർത്ഥ് നായകനാകുന്ന തമിഴ് ആക്ഷൻ കോമഡി റൊമാന്റിക് സിനിമയാണ് മിസ്സിയോ. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജനുവരി 10 ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കിയതായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ റിപ്പോർട്ടല്ല. സിനിമ മിക്കവാറും ഇന്ന് രാത്രിയോട് കൂടി തന്നെ OTT റിലീസ് ചെയ്തേക്കും. ട്രാവൽ ഡ്രാമ റൊമാന്റിക് തെലുങ്ക് ചിത്രമാണ് നീലി മേഘശ്യാമ. സിനിമ ഇപ്പം ആഹാ തെലുങ്കിലൂടെ ഇന്ന് തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് എന്ന തമിഴ് മിസ്റ്ററി ത്രില്ലർ സിനിമയും ഇന്ന് ETV വിൻ ബൈ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രേമിൻ ചോഡു എന്ന തെലുങ്ക് ത്രില്ലർ ഡ്രാമ സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹൈഡ് ആൻഡ് സീക്ക് എന്നൊരു തെലുങ്ക് ക്രൈം ത്രില്ലർ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജനുവരി 10 ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അല്ലാരി നരേഷ് നായകനാകുന്ന മിക്സഡ് അഭിപ്രായം നേടിയ ആക്ഷൻ ഡ്രാമ തെലുങ്ക് സിനിമയാണ് ബച്ചാല മല്ലി. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജനുവരി 10 ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ആമസോൺ പ്രൈമിൽ സൺ ആൻഡ് നെക്സ്റ്റിലും കൂടെ സിനിമ റിലീസ് ചെയ്തേക്കാം എന്നും കൂടെ റിപ്പോർട്ടുണ്ട്. നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ പൊളിറ്റിക്കൽ ത്രില്ലർ ഡ്രാമ ഹിന്ദി സിനിമയാണ് സബർമതി റിപ്പോർട്ട്. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ZEE5 ജനുവരി 10 ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ അവാർഡ് സിനിമയാണ് ഗോൾഡ് ഫിഷ്. 2023 ഇറങ്ങിയ ഈ സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി റൊമാന്റിക് ഡ്രാമ സീരീസ് ആണ് അഗ്ര അഫെയർ. സീരീസ് ഇപ്പം
ഇപ്പം ആമസോൺ MS പ്ലെയറിലൂടെ ഹിന്ദി ഭാഷയിൽ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. എക് ഫാർസി ലവ് സ്റ്റോറി എന്ന ഹിന്ദി റൊമാന്റിക് സീരീസ് നാളെ ജനുവരി 10-ാം തീയതി ആമസോൺ MS പ്ലെയറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ജയിൽ ക്രൈം ഡ്രാമ സീരീസ് ആണ് ബ്ലാക്ക് വാറന്റ്. സീരീസ് നാളെ ജനുവരി 10-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഉച്ചയ്ക്ക് 1:30 തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ഹോളിവുഡ് സസ്പെൻസ് ത്രില്ലർ ഡ്രാമ സിനിമയാണ് ദ മാൻ ഇൻ ദ വൈറ്റ് വാന്. സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ദ എൻഡ് എന്ന ഹോളിവുഡ് മ്യൂസിക്കൽ ഫാന്റസി സിനിമ നാളെ ജനുവരി 10-ആം തീയതി ആമസോൺ പ്രൈം, ആപ്പിൾ TV പ്ലസിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഗെറ്റ് എവേ എന്ന ബ്രിട്ടീഷ് കോമഡി ക്രൈം ഹൊറർ ത്രില്ലർ സിനിമയും നാളെ ജനുവരി 10-ആം തീയതി ആമസോൺ പ്രൈമിലൂടെയും AMC പ്ലസിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്യും. ആക്ഷൻ ക്രൈം പൊളിറ്റിക്കൽ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ ഫ്രഞ്ച് സിനിമയാണ് ആഡ് വിറ്റാം. സിനിമയും നാളെ ജനുവരി 10-ആം തീയതി ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അമേരിക്കൻ പ്രൈം വെൽ എന്ന ഹോളിവുഡ് വെസ്റ്റേൺ ആക്ഷൻ ക്രൈം ത്രില്ലർ സീരീസ് ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ സീരീസിന്റെ എല്ലാ 6 എപ്പിസോഡ് അടക്കം ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ OTTയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഹൗൺസ് ഹിൽ എന്ന പോളിഷ് ക്രൈം മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ എല്ലാ 5 എപ്പിസോഡുകളും ഇപ്പം മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, പോളിഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ദ ബ്രേക്ക് ത്രൂ എന്ന സ്വീഡിഷ് ക്രൈം മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ എല്ലാ 4 എപ്പിസോഡുകളും ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ്, ഹിന്ദി, സ്വീഡിഷ് ഭാഷകളിൽ ലഭ്യമാണ്. റൊമാനിയൻ ക്രൈം ത്രില്ലർ ഡ്രാമ സീരീസ് ആണ് സബ്റ്ററാൻ. സീരീസിന്റെ എല്ലാ 6 എപ്പിസോഡുകളും ഇന്നലെ നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, റൊമാനിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഫേക്ക് പ്രൊഫൈൽ എന്ന കൊളംബിയൻ ഇറോട്ടിക് റൊമാന്റിക് മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സീരീസിന്റെ 2ാമത്തെ സീസന്റെ എല്ലാ 10 എപ്പിസോഡുകളും ഇന്നലെ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സീരീസിന്റെ 1ാമത്തെയും 2ാമത്തെയും സീസൺ ഇപ്പം ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ കാണാവുന്നതാണ്. ദ ആപ്പ് ഷോസ് എന്ന ഇംഗ്ലീഷ് കോമഡി സിറ്റ്കോം സീരീസിന്റെ 6ാമത്തെ പുതിയ സീസൺ നാളെ ജനുവരി 10-ആം തീയതി ഉച്ചയോടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ആമസോൺ പ്രൈമിന്റെ ഇംഗ്ലീഷ് കോപ്പ് ക്രൈം ത്രില്ലർ ഡ്രാമ സീരീസ് ആണ് ഓൺ കാള്. സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇപ്പം ആമസോൺ പ്രൈമിലൂടെ ഇന്ന് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് മെഡിക്കൽ ഡ്രാമ സീരീസ് ആണ് ദ പിറ്റ്. സീരീസ് നാളെ ജനുവരി 10-ആം തീയതി HBO മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിലും ജിയോ സിനിമാസിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും OTT റിലീസ് ചെയ്യും. ഗൂസ് ബംസ് എന്ന അമേരിക്കൻ ഹൊറർ കോമഡി ഫാന്റസി സീരീസിന്റെ 2ാമത്തെ സീസൺ നാളെ ജനുവരി 10-ആം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഷിഫ്റ്റിംഗ് ഗിയർസ് എന്ന അമേരിക്കൻ കോമഡി സീരീസ് ഇപ്പം ഹുളു OTTയിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആദ്യ എപ്പിസോഡ് മാത്രമാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ദ റൂക്കി എന്ന ആക്ഷൻ ക്രൈം ഡ്രാമ ഹോളിവുഡ് സീരീസിന്റെ 7ാമത്തെ സീസണും വീൽ ട്രെൻഡ് എന്ന ഹോളിവുഡ് ആക്ഷൻ ക്രൈം കോമഡി സീരീസിന്റെ 3ാമത്തെ സീസണും ഹൈ പൊട്ടൻഷ്യൽ എന്ന ഹോളിവുഡ് ക്രൈം കോമഡി ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ 1ാമത്തെ സീസന്റെ 2ാമത്തെ ഭാഗവും ഇപ്പം ഹുളു പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് അമേരിക്കൻ ക്രൈം ഡ്രാമ പ്രൊസീഡറൽ സീരീസുകളായ ദ ഇർറേഷണൽ സീരീസിന്റെ 2ാമത്തെ സീസന്റെ 2ാമത്തെ ഭാഗവും ചിക്കാഗോ മെഡ് സീരീസിന്റെ 10ാമത്തെ സീസന്റെ 2ാമത്തെ ഭാഗവും ചിക്കാഗോ PD സീരീസിന്റെ 12ാമത്തെ സീസന്റെ 2ാമത്തെ ഭാഗവും ചിക്കാഗോ ഫയർ സീരീസിന്റെ 13ാമത്തെ സീസന്റെ 2ാമത്തെ ഭാഗവും ഇപ്പം ജിയോ സിനിമാസിലൂടെയും പീകോക്കിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അബോട്ട് എലമെന്ററി എന്ന ഇംഗ്ലീഷ് കോമഡി സീരീസിന്റെ 4ാമത്തെ സീസന്റെ 2ാമത്തെ ഭാഗം ഇപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ ഡ്രാമ അമേരിക്കൻ സീരീസ് ആണ് ഡോക്ക്. സീരീസിന്റെ 1ാമത്തെ സീസൺ ഇപ്പം ഫോക്സ് OTTയിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എപ്പിസോഡ് ആഴ്ചകളിലായിട്ട് വരുന്നതാണ്. 2020-ൽ ഇറങ്ങിയ കൊറിയൻ ടീനേജ് റൊമാന്റിക് കോമഡി ഡ്രാമ സീരീസ് ആണ് ലൈവ് ഓൺ. സീരീസിന്റെ 1ാമത്തെ സീസന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇപ്പം ആമസോൺ MS പ്ലെയറിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയൻ ഭാഷകളിൽ കാണാവുന്നതാണ്. അമേരിക്കൻ റിയാലിറ്റി സീരീസ് ആണ് ദ ട്രൈറ്റേഴ്സ്. സീരീസ് ജനുവരി 9-ആം തീയതി പീകോക്കിലൂടെ അമേരിക്കയിൽ OTT റിലീസ് ചെയ്യും. ഇന്ത്യൻ സമയപ്രകാരം ജനുവരി 10-നായിരിക്കും സീരീസ് OTT റിലീസ് ചെയ്യുക.